ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ 200 കോയിൻസ് കറക്കിയതിന് ശേഷം ഒരു 137 കോയിൻസ് നമ്മുടെ കൊനാമി സൈറ്റിൽ നിന്ന് വാങ്ങി കൊണ്ടുപോയി കറക്കി ആളെ കിട്ടി. ഞാൻ വേറെ അല്ലെങ്കിൽ തുറാം എന്ന രീതിക്കായിരുന്നു എൻ്റെ ടാർഗറ്റ്. അതിൽ കറക്റ്റ് തുറാം നോക്കി തന്നു. അതിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് കോയിൻസ് ആയിട്ട് പർച്ചേസ് ചെയ്തത്. ഞാൻ പ്ലെയർ പാക്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മുടെ ഡാർവിൻ ന്യൂനസ് അങ്ങനത്തെ പാക്കൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് കോയിൻ പർച്ചേസ് ചെയ്തിട്ട് അത് 100 കോയിൻ 137 കോയിൻസ് അത് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുപോയി കറക്കി തുറാമിന് കിട്ടിയത്. അതായത് ഏകദേശം മൂന്നാമത്തെ ട്രൈ, സിംഗിൾ സ്പിൻ മൂന്നാമത്തെ ട്രൈയിലാണ് ആ പാക്കിൽ ഈ തുറാമിന് കിട്ടിയത്. അപ്പം ഒന്നും പറയാനില്ല, എനിക്ക് പൈസ നഷ്ടം ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം തുറാം ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ലോങ് ടേം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡാണ്. അപ്പം ഒരു നഷ്ടം എനിക്ക് പറയാനില്ല. അപ്പോൾ ആ രീതിക്കാണ് പുള്ളീൻ്റെ പ്രത്യേകത. ഈ വിങ് പിന്നെ നോക്കണ്ടെങ്കിൽ ഈ വിങ്ങിൽ കൂടെ വരുന്ന വിങ്ങേഴ്സ് ആയിക്കോട്ടെ സ്ട്രൈക്കേഴ്സ് ആയിക്കോട്ടെ പുള്ളി പിടിച്ചിടും. അതായത് സ്പീഡും ആക്സലറേഷൻ ആൻഡ് ഫിസിക്കൽ കോണ്ടാക്ട്, ഇതാണ് പ്രോപ്പറായിട്ട് പുള്ളിയോട് പറയാനുള്ളത്. അതിന് പിന്നെ അന്യായ പൊസിഷനിങ്ങോ ഒന്നും പറയാനില്ല. ബോൾ റീഡ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഞാൻ പുള്ളിനിട്ട് കളിക്കാൻ പോയി കുറേ ഓൺലൈൻ മാച്ചസ്. അതിൽ ഇയാളെ കാണുമ്പോഴത്തേക്കും ഈ സൈഡിലുള്ള അറ്റാക്ക് അവർ കുറയ്ക്കുക ഓപ്പണൻസ്, എന്നിട്ട് ജനേറ്റിൻ്റെ ഭാഗത്തൂടെ വരും. അപ്പോൾ എനിക്ക് ക്ലിപ്പ് എടുക്കാൻ പറ്റില്ലല്ലോ, എന്താ ചെയ്യുക, ഡിഫൻസ് ചെയ്യുന്നതൊക്കെ ക്ലിപ്പ് എടുക്കണ്ടേ. അപ്പോൾ ഞാൻ കൊടുത്ത പ്രോഗ്രസ് അനുസരിച്ചുള്ള സ്റ്റാറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഫിസിക്കൽ കോണ്ടാക്റ്റ് പ്രയോറിറ്റി കൊടുത്തു. അപ്പോൾ ഹെഡ് ആൻഡ് സ്റ്റാറ്റ്സ് ഒരു 85 രീതിക്ക് ആക്കാം എന്ന രീതിക്കാണ് പ്രോഗ്രഷൻ കൊടുത്തത്. ഇപ്പോൾ 100 റേറ്റിംഗ് പോകുന്നുണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് മതി. 85 ഫിസിക്കൽ കോണ്ടാക്റ്റ് ധാരാളമാണ് വിങ് ബാക്സിന്. പക്ഷേ പുള്ളിക്ക് കുറച്ചുകൂടി അടിപൊളിയാണ്. പുള്ളിയുടെ പ്ലെയർ ഐഡി അറിയാമല്ലോ, ആ രീതിക്കാണ് ആ വിങ്ങിൽ നിൽക്കുന്നത് പെർഫോം ചെയ്യുക. അപ്പം പുള്ളി ഒരു എൻഡ് കാർഡാണ് ആർ ബിയിലെ അല്ലെങ്കിൽ ഡിഫൻസീവ് ഫുൾ ബാക്ക് എന്ന് വെച്ച് നോക്കുമ്പോൾ. അവിടെ മാൾഡീൻ ഉണ്ട്, പക്ഷേ മാൾഡീനിക്ക് പുള്ളിയുടെ അടുത്ത് ആക്സലറേഷൻ പരിപാടിയില്ല. പുള്ളി കളിക്കുന്ന കുറച്ച് റഫായിട്ട്, അതായത് കയറി നിന്ന് ചവിട്ടിയിട്ടാണെങ്കിലും ബോൾ എടുത്തിട്ടും അത് രീതിക്ക് തുറാം കളിക്കുക. പക്ഷേ മാൾഡീന് കുറച്ചുകൂടെ നീറ്റാണ്, അത് വേറൊരു സ്റ്റൈലാണ്, പുള്ളിയുടെ രീതിക്കല്ല. അപ്പം ഇതിനൊന്നും ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് കുറ്റം പറയാൻ ഇല്ലാത്ത കാർഡ്സ് വളരെ കുറവാണ് ഈ ഫുട്ബോളിൽ. അപ്പം അതിലൊരു കാർഡാണ് തുറാമിൻ്റെ. ഇതിലൊരു മെയിൻ പ്രശ്നം പലർക്കും പെർഫോമൻസ് കിട്ടുന്നില്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. കുറച്ച് മുന്നേ യുവൻറ്റസ് കാർഡൊക്കെ വരുമ്പോൾ. കാരണം എന്താ അറിയോ, പുള്ളിക്ക് സ്പീഡ് ആക്സലറേഷൻ അജാദ് ലെവലാണ്. 98 സ്പീഡ് 93 ആക്സലറേഷൻ ഞാൻ പ്രോഗ്രഷൻ കൊടുത്തത്. അപ്പോൾ ജസ്റ്റ് പ്രഷർ ബട്ടൺ ഞെക്കിയാൽ തന്നെ പുള്ളി അങ്ങ് പോവും, എവിടെ എത്തും ഒറ്റ സെക്കൻഡ് കൊണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാറിയോ, അവിടെ മാച്ചപ്പ് ചെയ്ത് പിടിച്ചിരിക്കുക, പൊസിഷൻ ചെയ്ത് നിർത്താതെ പുള്ളിയെ കൂടെ ചെയ്യാവും. അല്ലാണ്ട് പ്രഷർ ചെയ്യേണ്ട സിറ്റുവേഷനിൽ മാത്രം പ്രഷർ ചെയ്യുക, ബോൾ കിട്ടുന്ന ഉറപ്പില്ല. അല്ലാണ്ട് നിൽക്കുക അങ്ങ് പോവും. പുള്ളി അങ്ങനെ നിന്നിരുന്നില്ല, ഒറ്റ അടിക്ക് അടിച്ച് കയറി പോണ സാധനമാണ്. അപ്പോൾ ആ രീതിക്ക് മാച്ചപ്പും പൊസിഷനിങ് വെച്ച് മാത്രം നിങ്ങൾ ചെയ്യുക. ജോയിസ്റ്റിക്ക് വെച്ച് അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ മാത്രം മതി. പൊസിഷനിങ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പുള്ളി ബോഡിയൊക്കെ ഇട്ട് അങ്ങ് പിടിച്ച് തരുമ്പോഴൊക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് കളിപ്പിച്ചിട്ട് എന്തായിട്ട് ഒരു ഒപ്പീനിയൻ പറയാനുള്ളത്. ക്ലിപ്പ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് മാച്ചസിൽ മാത്രമേ നല്ല രീതിക്ക് ആ സൈഡിൽ കൂടെ അറ്റാക്കോ അല്ലെങ്കിൽ ആ രീതിക്ക് ഡിഫൻസീവ് സിറ്റുവേഷൻസ് വന്നിട്ടുള്ളൂ. പുള്ളി ഒരു ഗോളും 2 അസിസ്റ്റ് അങ്ങനത്തെ കൊടുത്തിട്ടുണ്ട്. ആ ഗോൾസും അസിസ്റ്റൊക്കെ കോമഡിയല്ല, കിടിലാണ്. അതായത് പുള്ളി എടുക്കുമ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല നല്ല സ്പീഡ് ആക്സിലേഷൻ നെക്കി കൊടുത്ത് അങ്ങ് കയറും, സെൻറ്റർ ലൈനും കടന്ന് അങ്ങ് പോവും. അപ്പോൾ എന്നിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പ്രീ അസിസ്റ്റും ഉണ്ട് കേട്ടോ പുള്ളിക്ക്. അത് പ്രീ അസിസ്റ്റ് ചെയ്ത് ഗെയിമിൽ കാണുമല്ലോ. അപ്പം അങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് സെൻറ്റർ വരെ പോയി പാസ് കൊടുത്ത് അവിടുന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഉപകാരങ്ങളുണ്ട് പുള്ളീൻ്റെ ഒരു കാർഡ് വെച്ചിട്ട്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ മുന്നേ കളിച്ചത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട്, യുവൻറ്റസിൻ്റെ 104-105 പോകുന്നൊരു കാർഡ്, അതാണ് കളിപ്പിച്ചത്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ എന്താ പറയുക ഫിസിക്കലും കാര്യങ്ങളായിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഓഫ് കോഴ്സ് പുതിയ കാർഡാണ്, അപ്പോൾ അതിൻ്റെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരും. ഇതിൽ പാസിങ് 82-83 ലെവലേ വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ത്രൂ പാസിങ്ങും വൺ ടച്ച് പാസ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി കിട്ടും കേട്ടോ. ഞാൻ ത്രൂ പാസിങ് ആഡ് ചെയ്ത് കൊടുത്തു, നല്ല രീതിക്ക് ആദ്യത്തെക്കാട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്കാണെങ്കിൽ ഇപ്പം ഒരു ഓവർവ്യൂ പോലെ പറയാനുള്ളത് കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം. എനിക്ക് മൊത്തത്തിൽ റിവ്യൂ പോലെ പറയാനൊന്നും സംഭവം കിട്ടിയിട്ടില്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം കുറച്ച് ക്ലിപ്സ് കണ്ടു നോക്കി നിങ്ങൾ.
അപ്പോൾ ക്ലിപ്സൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഈ രീതിക്കാണ് എനിക്ക് പെർഫോമൻസ് തന്നിട്ടില്ല. ഞാൻ 16 മാച്ചസാണ് കളിപ്പിച്ചത്. അപ്പോൾ അതിൽ 2 അസിസ്റ്റും 1 ഗോളാണ് വന്നത്. അതിൽ ഒരു അസിസ്റ്റ് നോർമലായിരുന്നു, ഒരു ക്രോസ് ഇട്ടായിരുന്നു കോർണറിൽ നിന്ന് വന്നപ്പം, അതിൽ ഹിട്ട് കുത്തി ക്രിസ്ത്യാനോ. പിന്നെ വന്നത് ഗോൾ നിങ്ങൾ കണ്ടിട്ടാവുമല്ലോ, അത് ആ രീതിക്കാണ് ഗോൾ അടിച്ചത്. റൈറ്റ് കാർഡിനെ കുന്തി മാറ്റിയിട്ടൊക്കെ ഗോൾ അടിച്ചത്. കാരണം ഫിസിക്കലി ആണെങ്കിലും സ്പീഡാണെങ്കിലും എല്ലാം കൂടി ഒത്തു വന്നൊരു പ്ലെയറാണ് പുള്ളി. അപ്പം ഈ ഒരു കാർഡാണ് ഗോൾ സ്കോറിങ് കാർഡാണ് തോന്നുന്നത്, സെലിബ്രേഷൻ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എബിലിറ്റി കൂടെ എക്സ്ട്രാ കിട്ടും. അപ്പോൾ ആ രീതിക്കാണ് ഗോൾ വന്നത്. അതുപോലെ തന്നെ അസിസ്റ്റും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് സെൻറ്റർ ലൈനിൽ കൂടെ ഓടി കയറിയാണ് പുള്ളി ആ ചാൻസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ രീതിക്കൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാർഡ് തന്നെയാണ് കേട്ടോ അത്. അപ്പം ആ രീതിക്ക് കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക, കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ. ഇനി പാക്കിന് മൊത്തമായിട്ട് വരാണെങ്കിൽ വിയേറ ആൻഡ് തുറാൻ എസ്പെഷ്യലി ഭയങ്കര വർത്തായിരിക്കും. നിങ്ങൾ ഒരിക്കലും അവരെക്കുറിച്ച് നെഗറ്റീവ് പറയാനുള്ളൊരു ചാൻസ് അവർ തരില്ല. ആ രീതിക്ക് പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ രണ്ട് എൻഡ് കാർഡ്സാണ് ആ ഒരു അവരുടേതായിട്ടുള്ള പൊസിഷനിൽ. അപ്പോൾ വിയേറയുടെ ആങ്കർമാൻ കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ റെയറാണ്. വർഷത്തിൽ ഒരിക്കലൊക്കെ വന്നാലായി എന്ന രീതിക്കാണ് കൊണ്ടുവരാറ്. അപ്പോൾ ഇത് എനിക്ക് 100 കോയിൻസോടെ ഇനി കറക്കാൻ ചാൻസ് ഉണ്ടാവും. അതുകൂടി എന്തായാലും കറക്കും, എന്തായാലും കിട്ടുമല്ലോ, ഉറപ്പാണ്. കാരണം ഓൾറെഡി എനിക്ക് ഇപ്പോൾ തന്നു. അപ്പോൾ ഇനി ഒന്നുകൂടെ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത് കോയിൻസ് 100 100 എത്ര ആളെ വെച്ചാൽ കൊണ്ടുപോയി കറക്കുക ഗൈസ്. നിങ്ങൾ അഥവാ കിട്ടിയാലോ, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് അടിക്കില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് പറയാനുള്ളൊരു ചാൻസും ഈ ഒരു കാർഡ്സ് തരില്ല. ആ രീതിക്കാണ്. അപ്പം ഞാൻ തുറാമിന് കൊടുത്ത ഏരിയൽ ബ്ലോക്കാണ്. അപ്പോൾ അത് ഫിസിക്കൽ കോണ്ടാക്റ്റൊക്കെ കുറച്ചുകൂടി എക്സ്ട്രാ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. എനിക്കത് ധാരാളമായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കി കൊടുത്താൽ മതി. ഓഫ് ദ ബോൾ കൊടുക്കാം, ഷട്ട് ഡൗൺ കൊടുക്കാം, ആ രീതി കൊടുക്കാം. പിന്നെ ഡെസൈലും അങ്ങനെ തന്നെ കുറച്ച് സ്പീഡുള്ള ഒരു ഡെസ്ട്രോയറാണ്. അതായത് നമ്മുടെ കനവാരോക്ക് കുറച്ചുകൂടെ ഹൈറ്റുള്ള ഒരു വെർഷൻ എന്ന് വേണേൽ പറയാം. പ്ലസ് ഇതെന്താ പറയുക, കനവാരോൻ്റെ സ്പീഡും കാര്യങ്ങളും ഉണ്ട്. 8 ഫുട്ട് വിത്ത് 185 ഹൈറ്റും ഉണ്ട്. 185 ഹൈറ്റ് ഈസ് ഡീസൻറ്റ് വിത്ത് 8 ഫുട്ട്. അത് അടിപൊളിയാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. ഇൻ ഗെയിമിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. കനവാരോ പോലെ 8 ഫുട്ട് ഉണ്ടെങ്കിലും ഹൈറ്റ് എത്താത്ത പല സിറ്റുവേഷനിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്താ പറയുക, ഡിസൈലേക്ക് 185 ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കനവേറിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏരിയലായിട്ടാണ് ചെയ്യും, ഗ്രൗണ്ടിലാണെങ്കിലും ചെയ്യും. ആ രീതിക്കുള്ളൊരു നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സെൻറ്റർ ബാക്കാണ് ഡിസൈലി. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാലും അടിപൊളിയാണ്. കാരണം ബിഗ് ടൈം കൂടെയാണ്, കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും മുന്നത്തെ കാർഡിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ രീതിക്കാണ് പാക്കിൻ്റെ ഒരു കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി കറക്കുക. നിങ്ങളുടെ അടുത്ത് ഈ പ്ലേയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കറക്കുക. ഓരോ പൊസിഷനിലും ബെസ്റ്റ് പ്ലേയേഴ്സാണ് ഈ പാക്കിൽ വന്നിട്ടുള്ളത്. അപ്പം അതാണ് പാക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഒന്നും നോക്കണ്ട, കറക്കിക്കോ. ഇപ്പോൾ ചില വീഡിയോസിൽ അല്ലെങ്കിൽ ചില സ്ക്രീൻഷോട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും തുറാമിന് 110 CB റേറ്റിംഗ് കൊണ്ടു പറഞ്ഞിട്ടത് ഇൻ ഗെയിമിൽ ഒരിക്കലും കാണിക്കില്ല. കാരണം എന്ന് വെച്ചാൽ സാധാരണ CBക്ക് പൊതുവേ പാസിങ് സ്റ്റാറ്റ്സും അതുപോലെ തന്നെ ഈ ഒരു ഡ്രിബ്ലിംഗ് ബോൾ കൺട്രോൾ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുറവായിരിക്കും. ഒരു 68 പാസിങ് ചില CBക്ക് 80 ലെവലൊക്കെ ഉണ്ടാകും. പക്ഷേ മിക്ക CBകൾക്കും 70ൻ്റെ താഴെ ആ രീതിക്കാണ് പാസിങ് സ്റ്റാറ്റ്സ് ഉണ്ടാവാറ്. അപ്പോൾ ഫുൾ ബാക്കിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് എന്താ പറയുക, ലെവൽ 1 തന്നെ 70 ആവോ ബോൾ കൺട്രോൾ, ഡ്രിബ്ലിംഗ് അതുപോലെ പാസിങ് സ്റ്റാറ്റ്സ് ഉണ്ടാവും. നിങ്ങളൊരു പ്രോഗ്രഷൻ പോയിന്റ് കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് ആ സ്റ്റാറ്റ്സ് ഉണ്ടാവും. പ്ലസ് ആ പ്രോഗ്രഷൻ പോയിന്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിഫൻസീവ് സ്റ്റാറ്റ്സ് കൂട്ടിയിട്ട് CB ലെവലിൽ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ 95 ആവുമ്പോൾ ഡിഫൻസീവ് സ്റ്റാറ്റ്സും പോരാത്തതിന് ഫുൾ ബാക്സിൻ്റെ സ്പീഡ് ആയിട്ടുള്ള 90യും അതുപോലെ തന്നെ ആക്സലേഷൻ 90യും കിട്ടുന്നുണ്ട്. പോരാത്തതിന് ലെവൽ 1 ഒരു പ്രോഗ്രഷൻ പോയിന്റ് കൊടുക്കാതെ തന്നെ 70+ ഡ്രിബിളിങ്ങും പാസിങ് സ്റ്റാറ്റ്സും പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു 110 CB ലെവലിൽ പോകുന്നത്. പക്ഷേ ഇൻ ഗെയിമിൽ എന്താ, ഇവർ RB പൊസിഷനാണ് കളിക്കുന്നത്. അപ്പോൾ RB പൊസിഷനിൽ ഇവർക്ക് നാച്ചുറലുള്ള മാക്സിമം റേറ്റിംഗ് 107ആണ്. അത് മാത്രമേ ഇവിടെ ഗെയിമിൽ കാണിക്കാൻ പറ്റൂ. ഇനി പൊസിഷൻ ബ്രേക്കറൊക്കെ പോലെ എന്തെങ്കിലും സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 110 CB എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് CBയിലേക്ക് ഒരു പൊസിഷൻ ബ്രേക്ക് എന്ന് പറയുന്ന എന്തെങ്കിലും സ്കിൽ ടോക്കൺ പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അത് കൊടുത്ത് CBയിലേക്ക് കിട്ടാതെ 110 കാണിക്കും. പക്ഷേ ഇപ്പോൾ ഗെയിമിൽ അങ്ങനത്തെ സംഭവമില്ല. അതുകൊണ്ട് 107 മാക്സിമം നിങ്ങൾ എങ്ങനെ ട്രെയിൻ ചെയ്താലും ഈ ഒരു കാർഡും പോകുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഗൈസ്. ഇനി എന്താ വിട്ടുപോയിട്ടുണ്ട് അറിയില്ല. കാരണം എന്താ പറയുക, കുറേ മാച്ചസ് ഞാൻ കളിപ്പിച്ചിട്ടില്ല, ആകെ 16 മാച്ചസ് കളിപ്പിച്ചത്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അതിലും വളരെ കുറവ് അറ്റാക്സേ തുറാൻ ഫേസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറേ മാച്ചസ് കളിക്കും. ഇനി കുറേ ഡിവിഷൻ 1 കുറേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കാർഡിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രത്തോളം മാച്ചസ് കളിപ്പിച്ചപ്പോൾ കിട്ടിയ പെർഫോമൻസ് എന്നുള്ള ഒപ്പീനിയൻ രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ നല്ലൊരു വീഡിയോ ഗൈസ്. സോ ഗൈസ് ബൈ.